ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ഉദാരമതികളുടെ കനിവ് തേടുന്നു. പേരാവൂർ പഞ്ചായത്തിലെ മടപ്പുരച്ചാൽ 19 വർഷമായി ചികിത്സയിൽ കഴിയുന്ന പാറക്കൽ സെബാസ്റ്റ്യൻ എന്ന സജിയാണ് ഉദാരമതികളുടെ സഹായവും കാത്ത് കഴിയുന്നത്. 2005 സജിക്ക് വൃക്കരോഗം ബാധിച്ചത്. ഇരുവൃക്കുകളും തകരാറിലായ സജി 2007 അമ്മയുടെ വൃക്ക സ്വീകരിച്ചു. ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റും കുടുംബം പുലർത്തിയിരുന്ന സജി ഇപ്പോൾ തീർത്തും അവശനാണ്. നിത്യവൃത്തിക്ക് പോലും പ്രയാസപ്പെടുന്ന സജിയുടെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസങ്ങളായി ചെയ്യേണ്ട ഡയാലിസിസ്. 10-20 കൊല്ലമായി കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സ തുടരുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. മുൻപേ കിഡ്നി മാറ്റി വെച്ചതാണ്. അവരുടെ അമ്മ കിഡ്നി കൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കിഡ്നി മാറ്റി വെച്ച് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം അത് വീണ്ടും ശരീരം റിജക്റ്റാക്കി അതും കൂടെ പോയതിന് ശേഷം വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് ഡയാലിസിസ് ചെയ്യണം, ആഴ്ചക്ക് 3 തവണ. കിഡ്നീൻ്റെ മാത്രമല്ല മറ്റ് ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, എല്ലിന് ബലക്കുറവ് വന്ന് എല്ല് പൊടിയുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വരികയാണ്. ഇപ്പം നേർന്ന് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം എല്ലിനെല്ലാം ബലക്കുറവ്, PTH എന്ന് പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ ഈ എല്ലുകൾക്കെല്ലാം ബലക്ഷയം വരികയാണ്. അപ്പോൾ നിർന്ന് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒരു തവണ 70 കിലോമീറ്റർ അപ്പുറമുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസിന് മാത്രം പോയി വരാൻ 2000-ലധികം രൂപ ചിലവ് വരും. മരുന്നുകൾക്കും മറ്റുമായി വേറെയും പണം കണ്ടെത്തണം. അമ്മയും ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് സജിയുടെ കുടുംബം. ഇപ്പോൾ രോഗം മൂർച്ഛിച്ചതിനാൽ പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും കഴിയുന്നില്ല. ഭർത്താവിന്റെ ചികിത്സയും മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടുചെലവും ഉൾപ്പെടെ എങ്ങനെ നടത്തുമെന്ന ആശങ്കയിലാണ് ഇവർ. ഇത് സജി എന്നാണ് പേര്. ഞങ്ങളിപ്പം 18-19 വർഷത്തോളമായി ഡയാലിസിസിലായിട്ട് ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഞങ്ങളിപ്പം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 തവണയാണ് ചെയ്യാൻ പോകുന്നത്. അത് ബുദ്ധിമുട്ട് വരുമ്പം വിളിച്ചു ചോദിച്ച് അവരോട് വിളിച്ചു ചോദിച്ച് അവിടുത്തെ സീനിയോറിറ്റി ഉള്ളത് കൊണ്ട് അവരെപ്പോഴും നമ്മളെ എടുക്കാൻ റെഡിയാണ്. അപ്പം വിളിച്ചു ചോദിച്ച് ചില സമയം നേരത്തെ തന്നെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ ചിലപ്പം ആഴ്ചയിൽ 1-2 തന്നെ ചെയ്യാൻ പോകും. അപ്പം നമ്മളിവിടുന്ന് വണ്ടിക്ക് പോകണം, വണ്ടിക്ക് ആൾ വേണം, ഡ്രൈവർ വേണം, അങ്ങനെ എല്ലാം ഉള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വേറെ എവിടെയും ചെയ്യാനും പറ്റത്തില്ല. BP വളരെ ലോ ആണ്. 40-50 ഒക്കെയാണ് BP ഉള്ളതിപ്പം. അതിലാണിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഏകദേശം ഇപ്പം നമുക്ക് ഈ പോയി വരുന്നതിനും അവിടെ ചികിത്സാ ചിലവെല്ലാം ഫ്രീ ആണെങ്കിലും നമുക്ക് പോക്ക് വരവും ചിലവും എല്ലാം കൂടെ 2000 രൂപയ്ക്ക് അടുത്തോളം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഗുളികകൾ, അത് അല്ലാതെയുള്ള ഗുളികകളെല്ലാം അവിടെ കിട്ടാത്ത ഗുളികളെല്ലാം നമ്മൾ തന്നെ മേടിക്കണം. അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം കിട്ടും. ബാക്കി 10 ദിവസം കൂടുമ്പോൾ 500 രൂപയുടെ ഗുളിക എന്തായാലും വേണം. PTH ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലുകളെല്ലാം ബലം കുറഞ്ഞു. അപ്പം ശരീരം മൊത്തം വേദനയാണ്. ഞങ്ങൾ 2 പേര് വേണം ഇവിടെ. പുള്ളിയുടെ എല്ലാ സഹായത്തിനും എപ്പോഴും കൂടെ ആളും വേണം. അപ്പം ഞങ്ങൾ വളരെ ദുരിതത്തിലാണുള്ളത്. എല്ലാ കാര്യത്തിനും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തകർന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സജിയെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് പേരാവൂർ ശാഖയിൽ PT സെബാസ്റ്റ്യൻ 40 57 91 00 00 04 97 എന്ന നമ്പറിൽ പണമയക്കാം. 94 46 97 22 25 എന്ന ഗൂഗിൾ പേ നമ്പറിലും പണമയക്കാം. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.